വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു മോർണിംഗ് നടത്തത്തിൻ്റെ ഒരു വ്ളോഗായിട്ട് വന്നിട്ട്, അപ്പോൾ ഇതെല്ലാവർക്കും ഒരു മോർണിംഗ് മോട്ടിവേഷൻ ആവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എന്താ കാണിക്കാത്തതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാട്ടിലൊക്കെ പോയി വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ 2 വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരെല്ലാം കാണുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം പിന്നെ നാട്ടിൽ പോയി വന്നിട്ട് പിന്നെ നമ്മൾ ആ റൂട്ടീനിലേക്ക് മാറാതെ നമ്മൾ കുറച്ച് ദിവസം ഒരു 4-5 ദിവസം നടക്കാതെ പിന്നെ വീട്ടിൽ തന്നെ നടക്കാൻ തുടങ്ങി. കാരണം മഴയില്ല, വിൻ്റർ ആയതുകൊണ്ട് ബീച്ചിലേക്ക് പോവാതിരുന്നതായിരുന്നു. പിന്നെ പോയ ദിവസങ്ങൾ എന്നോ ഇതന്നെയല്ലേ കാണിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് കാണിക്കാതിരിക്കുന്നതാണ്. നിങ്ങൾ കുറേ പ്രാവശ്യം കണ്ടതല്ലേ വിചാരിച്ച് കാണിക്കാതിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചിങ്ങനെ വഴി മാറിയിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ എൻ്റെയൊക്കെ തുടക്കത്തിലുള്ള ഞാൻ സ്ഥിരം നടക്കുന്ന വീഡിയോ കാണിക്കുന്ന സമയത്ത് ഈ മുരിങ്ങയിൽ നിന്ന് ഞാൻ മുരിങ്ങക്കായ പൊട്ടിച്ചതൊക്കെ നമ്മൾ വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ തന്നെ ഞാനിതിങ്ങനെ മുരിങ്ങക്കായ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബീച്ചിലേക്ക് നടക്കുമ്പോൾ തന്നെ മുരിങ്ങക്കായ തിരിച്ചു വരുമ്പോൾ പൊടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കി വെച്ചതായിരുന്നു കേട്ടോ. മുന്നോട്ട് നടന്നു പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് നോക്കി വെച്ചതായിരുന്നു. പിന്നെ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ കുറേ പേർക്ക് പരിചയം ഉണ്ടായിരിക്കും. ഇത് ഫാത്തിമ മസ്ജിദിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടിയാണ് നമ്മൾ ബീച്ചിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 6:30 ആവുന്ന സമയത്ത്. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ലേറ്റായിട്ടാണ്. ഇപ്പോൾ ഇതൊരു 7 മണിയൊക്കെ ആവാറായിട്ടോ. കുറച്ചിങ്ങനെ വേറെ സ്ഥലത്ത് കൂടി നടന്നു, കുറച്ചധികം നടന്നു. 1.25 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും 1.5 മണിക്കൂറായി. അതിൽ നമ്മൾ കുറേ സമയം മുരിങ്ങക്കായ പൊട്ടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ 1.25 മണിക്കൂറിന് നടന്നിട്ടുണ്ട്. ബീച്ചിൽ നമ്മൾ ഇരിക്കുകയൊന്നും ചെയ്യാതെ നടക്കുക തന്നെയായിരുന്നു. കുറേ പേരുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാറ്റുകൊണ്ട് ഒരുമിച്ച്. പക്ഷേ സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരു 7:15 ആയില്ലോ. അപ്പോൾ 7:15 സമയം വ്യക്തമായിട്ട് അറിയുന്നില്ല. ഇവിടുന്ന് ഇറങ്ങിയ സമയം മാത്രം നോക്കി തിരിച്ചു വന്ന സമയം നോക്കി. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ സമയത്ത് കണ്ടില്ലേ, സൺലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ചൂടും കൂടി ഉണ്ടാകുമ്പോൾ കാറ്റൊക്കെ കൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ. നമ്മൾ നടക്കുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല, ആ ലെവലിലായിരുന്നു. ഞാനും എൻ്റെ മൂത്ത മോളും കൂടിയിട്ടാണ് കേട്ടോ നടക്കാൻ പോയത്. കണ്ടില്ലേ, സൺലൈറ്റ് ഉണ്ട്, നിഴൽ കാണുമ്പോൾ അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഇതാ വെള്ളം കുറച്ച് കയറിയിട്ടായിരുന്നു. നമ്മൾ ആ മണലുള്ള ഭാഗത്തേക്ക് പോയില്ല കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ പോയില്ല. പേയ്മെൻറ്റ്സ് കൂടിയാണ് നമ്മൾ നടക്കാറ്, ഇങ്ങോട്ട് ഇറങ്ങാറില്ല. അവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഫാമിലികൾ ചിലപ്പോൾ ഇങ്ങനെ കസേരയൊക്കെ ഇട്ടിട്ടിരുന്ന് കോഫി കുടിക്കുന്നതൊക്കെ കാണാം. പിന്നെ കുട്ടികളെ ഓടിക്കളിക്കുന്നതാണ്. നമ്മളത് ചെയ്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ മുരിങ്ങയുടെ അവിടെ എത്തിയിട്ട് നമ്മൾ പോകുമ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ മുരിങ്ങയുടെ അവിടെ എത്തി. അങ്ങനെ ഈ സ്റ്റിക്ക് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ, അതിൻ്റെ ബാക്കിൽ അത് ഒരു ഇലക്ട്രിക്കൽ അവിടെ ഒരു ബോക്സ് പോലത്തെ ഒരു സാധനം, അതിപ്പോൾ വീഡിയോയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചില്ല. അതിൻ്റെ ബാക്കിൽ ഇരുന്നായിരുന്നു. ഞാൻ വെച്ചതല്ല, വേറെ മുന്നേ എനിക്ക് കുഞ്ഞ് സ്റ്റിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇവരൊരു ശരിക്കൊരു തോട്ടി പോലെ അതിൻ്റെ മുകളിലൊരു ഇതും കൂടിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് പൊട്ടിക്കുമ്പോൾ എനിക്കൊരു പേടി തോന്നിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ആ ഒരു വീടിൻ്റെ അല്ലേ, അവർ കണ്ടില്ലേ അങ്ങനെ അതിനൊരു തടക്കം ഉണ്ടാക്കി അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ പക്ഷേ കായ ഇങ്ങനെ ഉണങ്ങി നിൽക്കുക. ഇപ്പോൾ അന്ന് ഞാൻ പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ പൊട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നടക്കാൻ പോകുമ്പോൾ ഞാൻ പൊട്ടിക്കുന്നില്ല വിചാരിച്ചിട്ട്, എപ്പോഴും ഇങ്ങനെ വളരെ കുഞ്ഞിതൊക്കെ കാണാറ്, പൊട്ടിക്കുന്നില്ല വിചാരിച്ചിട്ട് ഞാൻ വിട്ടു. പക്ഷേ ഇന്ന് എന്നിട്ട് എനിക്കിതിങ്ങനെ തോട്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ പൊട്ടിക്കുമ്പോൾ ഇനിയിപ്പോൾ വീട്ടുകാരെ കണ്ടാൽ അവർ വല്ല പ്രശ്നമാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ അഭിപ്രായം പറയുമായിരുന്നു. അപ്പോൾ വീട്ടിൽ ബെല്ലടിക്കാനൊരു മടി. രാവിലെ അല്ലേ, ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ അവർ വല്ല ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ചെയ്താലേ, ഇവിടുത്തെ റെസിഡൻസിൻ്റെ വീടല്ലേ, മനികളുടെ വീടാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ നിന്നപ്പോൾ ആ വീട്ടിലെ കുറച്ച് അവർ മുറ്റത്ത് ആരോ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരം കേട്ട് അവരവിടെ എന്താ സംസാരിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ ചോദിച്ചു മുരിങ്ങക്കായ പൊട്ടിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു പൊട്ടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ നടക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ മുന്നോട്ട് നടന്നു കേട്ടോ. നടന്നതിന് ശേഷം അവർ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഉള്ളിൽ നിന്നും കൂടി നിങ്ങൾക്ക് മുരിങ്ങക്കായ തരാമെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് മുരിങ്ങക്കായ തന്നു. പക്ഷേ എല്ലാം ഭയങ്കര വണ്ണുള്ളതായിരുന്നു. അവർ തിരിച്ചിട്ട് ആ വീടിൻ്റെ ഉടമസ്ഥയാണ് കേട്ടോ, കുറച്ച് വയസ്സായ പോലത്തെ ഒരു സ്ത്രീയായിരുന്നു. അവർ നല്ല ചിരിച്ച് നമ്മളോടിങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചു. നമ്മൾ അവരോട് എന്തൊക്കെയോ സംസാരിച്ചു, അങ്ങോട്ടും മനസ്സിലായിട്ടില്ലെങ്കിലും അങ്ങോട്ട് സൗഹൃദ സംഭാഷണമായിരുന്നു.
പക്ഷേ എനിക്ക് നടക്കാൻ പോയിട്ട് അവർ തിരിച്ച് വന്ന് അവരാദ്യം ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം ഉള്ളിൽ നിന്നും കൂടി ഇവർക്ക് എടുത്തു കൊടുക്കായിരുന്നു എന്നുള്ള. പക്ഷേ അവർ നടക്കാൻ പോയിടത്തുനിന്ന് തിരിച്ച് വന്നിട്ട് നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഉള്ളിൽ നിന്നും കൂടി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പോലെ തോന്നിയിട്ടാണ്. ഞാൻ ഏതായാലും താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു, ശുക്രൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ അവരോട്. അപ്പോൾ അവർക്കും നല്ല സന്തോഷമായി. പിന്നെ പൊട്ടിച്ചോളുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്ക് ഞാൻ കൊടുക്കുന്നതൊന്നുമല്ല എന്നുള്ളതൊക്കെ ഞാൻ എൻ്റേതായ ഭാഷയിലൊക്കെ പറയാനൊക്കെ ശ്രമിച്ചു കിട്ടാം. പക്ഷേ അതൊന്നും അവർക്ക് വിഷയമല്ലായിരുന്നു. അവർ പറഞ്ഞു ആരെങ്കിലും കൊടുക്കുന്നതായിരിക്കും എന്നാണ് തോന്നുന്നു അവർ പറഞ്ഞത്. പിന്നെ എന്തായാലും നമ്മൾ ഇത്രയും മുരിങ്ങക്കായ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ അധികം മൂത്ത മുരിങ്ങക്കായ. നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കിങ്ങനെ മുരിങ്ങക്കായ പറിക്കാനും ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ട് ഇറങ്ങിയതൊന്നുമല്ല. നമ്മൾ നടക്കുക, ഇന്ന് ആ വിൻ്റർ ഒന്ന് കാണിക്കുക എന്നുള്ളത് ഉദ്ദേശത്തിൽ മാത്രം നടന്നതായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് അത്ര ആലോചിച്ചില്ല സാമ്പാർ ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും ഈ ഫ്രഷ് മുരിങ്ങക്കായൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൻ്റേതായ വാല്യൂ കൊടുക്കണമല്ലോ. നമുക്ക് എപ്പോഴും കിട്ടാത്ത സാധനമല്ലേ ഇത്. അപ്പോൾ അന്നൊക്കെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ എപ്പോഴൊക്കെ കിട്ടുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ആരൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയൊന്നും അങ്ങനെ തന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇപ്രാവശ്യം ഇത് ഫ്രിഡ്ജിൽ വെക്കണം, നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. പിന്നെ ഇത് വാടിക്കഴിഞ്ഞാൽ ഇതിന് വേറൊരു കുഴപ്പമാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ തോന്നി സാമ്പാർ ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ പുളി നോക്കുമ്പോൾ പുളി ആദ്യം തന്നെ വെള്ളത്തിലിടാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പഴയ പുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടെയ്നറിലാക്കി വെക്കുക. പിന്നെ അതിന് ശേഷം പുളി വെള്ളത്തിലിടുക. ഇങ്ങനെ പുളി ഇങ്ങനെ നമ്മൾ ഇവിടെ കിട്ടും. നമ്മുടെ ഇന്ത്യൻ്റെ സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് തന്നെ വാങ്ങിയതായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇത് എത്ര മുരിങ്ങക്കായ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം മൂത്തതാണ് മൂക്കാത്തതാണ്. ആദ്യം മൂത്തത് ഞാൻ ഫുള്ളായിട്ട് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു കളയണ്ട, അതിനൊരു സ്മെല്ല് പോലെ ഉണ്ടായിരിക്കും, നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കറി നമുക്ക് അപ്പം എടുത്ത് കളയാമെന്ന്. അപ്പോൾ ഞാൻ കുരു എന്തായാലും അതിങ്ങനെ കട്ട് ചെയ്ത് നിൽക്കല്ലേ, നമുക്ക് കുരു കളയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് നടു കീറിയിട്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും മൂത്തതായതുകൊണ്ട് നടു കീറിയിട്ട് ആ കുരു മൊത്തത്തിൽ കളഞ്ഞിട്ട് ആ പുറം ഭാഗം കളഞ്ഞിട്ട് അങ്ങനെ തൊലി ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റില്ല, അത് വലിച്ചെടുക്കാൻ കിട്ടില്ല കട്ടിയായിട്ട്. ഞാൻ അവിടെ ഇങ്ങനെ കയറി എടുത്തിട്ട് അങ്ങനെ ഇട്ടു. കയറി എടുത്തിട്ട് അങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞാൽ ആ തൊലി ഭാഗം ഇങ്ങനെ കീറിയിട്ട് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ സത്ത് മാത്രം എന്താ പറയുക, അതിൻ്റെ മാംസഭാഗം മാത്രമല്ല കേട്ടോ, അവിടെയും കുറച്ച് കട്ടിയായിട്ടായിരുന്നു. പക്ഷേ നമ്മളത് വെന്ത് കഴിഞ്ഞപ്പോൾ എന്തായി, നമുക്ക് ആ നടുവിലത്തെ കട്ടിങ്ങനെ മാറ്റിയെടുക്കാം, കുറച്ചൊന്ന് കഴിക്കാൻ കിട്ടി. പക്ഷേ നല്ല സ്മെല്ലുള്ള നല്ല മുരിങ്ങക്കായായിരുന്നു കേട്ടോ. അപ്പോൾ വന്നതും നമ്മൾ ആദ്യം തന്നെ സാമ്പാറിന് പുളി വെള്ളത്തിലിടുന്നതിൻ്റെ കൂടെ തന്നെ പരിപ്പും കൂടിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപ്പ് നമ്മൾ കുക്കറിൽ വേവിക്കുന്നു. അപ്പോൾ ഞാൻ ആ കട്ടിയിലുള്ള മുരിങ്ങക്കായ ഈ പരിപ്പിൻ്റെ കൂടെ തന്നെ വേവിക്കുന്നുണ്ട്. ഇനി അതിന് എത്രത്തോളം വേവുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീരെ വേവാതിരിക്കേണ്ട മുരിങ്ങക്കായ വെന്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലൂസ് മോഷൻ പിടിക്കും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുരിങ്ങക്കായ വേവട്ടെ വിചാരിച്ചിട്ട് ഈ മുരിങ്ങക്കായുടെ ഏറ്റവും വലിയ പ്രശ്നം വേവാക്കി എടുക്കാനാണ്. വേഗം വേവും ചെയ്യും ചില മുരിങ്ങക്കായകൾ. ചൂട് തട്ടുമ്പോഴേക്കും എന്ന് പറഞ്ഞ പോലെ വേവും ചെയ്യും. വേവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആരായി എടുക്കുകയും ചെയ്യും. എന്നാൽ വെന്തില്ലെങ്കിലോ ഇത് വലിയ ബുദ്ധിമുട്ടാണ് താനും. അപ്പോൾ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ട് വല്ലാതെ പൊങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഇന്നലെ അങ്ങനെ ചോറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മര്യാദയ്ക്ക് അരയാതെ അത് ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഓരോ ഉലുവയൊക്കെ എടുക്കുന്നത് മഞ്ഞ കളർ ചെറുതായിട്ടൊക്കെ കാണും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമെന്നുള്ളത് അറിയില്ല. എന്തായാലും ഉഴുന്നും ഉലുവ ഇട്ടുകൊണ്ട് ചോറിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കുഴപ്പമില്ല, ഇഡ്ഡലി സോഫ്റ്റ് ആയിരുന്നു. ഇത് അപ്പം മൂക്കാത്ത മുരിങ്ങക്കായ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് വലുതാക്കിയിട്ടൊക്കെ മുറിക്കാറിട്ടാ, കഴിക്കാൻ സൗകര്യം അതല്ലേ നമുക്കിങ്ങനെ എടുത്ത്. പിന്നെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്നിച്ചെണ്ണ അടച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ട്രിപ്പായിട്ട് വേവിക്കുന്നത്. വേവ് കൂടുതൽ ആവരുത്, എന്നാൽ വേവ് കുറഞ്ഞു പോവരുത് വിചാരിച്ചിട്ടാണ് ആദ്യം കൂടുതൽ മൂത്ത മുരിങ്ങക്കായ വേറെ വേവിച്ചതും മൂക്കാത്ത മുരിങ്ങക്കായ വേറെ വേവിച്ചതും. പിന്നെ ഉള്ളിക്കൊന്നും അധികം വേവണ്ടല്ലോ, ഉള്ളിയും തക്കാളിയൊന്നും അധികം വേവണ്ടല്ലോ. പുളി തിളയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ പിന്നെ സാമ്പാർ മസാല. അത് നാട്ടിൽ പോകുന്ന ആ ദിവസം സാമ്പാർ മസാല വറുത്ത് വെച്ചത് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോസൊക്കെ കാണണം. ആ സാമ്പാർ മസാല തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. പിന്നെ കായം വേറെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ കായത്തിൽ നിന്ന് ഒരു പൊട്ടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇഡ്ഡലിക്ക് ഇങ്ങനെ കുഴി എന്താണെന്ന് വെച്ചാൽ മോൾ ഭാഗത്തെ താഴത്തേക്ക് തട്ടിയതാണ് കേട്ടോ. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് നല്ലോണം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുത്തരച്ചിട്ടാണ് സാധാരണ സാമ്പാർ വെക്കാറ്. ഇത് എളുപ്പം നോക്കിയിട്ട് രാവിലെകളിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സാമ്പാർ മസാല ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ ഇത് അന്ന് നാട്ടിൽ പോകുമ്പോൾ എളുപ്പത്തിന് അങ്ങനെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു. താങ്ക് യു.